ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരു ഐസ്ക്രീം റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. കസാട്ട ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐസ്ക്രീമാണ് കസാട്ട ഐസ്ക്രീം. അപ്പോൾ അത് എങ്ങനെയാണ് വീട്ടിൽ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ കസാട്ട ഐസ്ക്രീം എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചില കസാട്ട ഐസ്ക്രീംസിൽ ബേസ് ലെയറായിട്ട് കേക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയാണ് ഞാൻ ഈ കസാട്ട ഐസ്ക്രീംസ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് വാനില സ്പഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാം. വാനില സ്പഞ്ച് കേക്ക് തയ്യാറാക്കാൻ ആദ്യം ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് ഒരു മുട്ട ചേർക്കാം. മുട്ടയിലേക്ക് ഉപ്പ്, വാനില എസൻസ്, പഞ്ചസാര പൊടിച്ചത് എന്നിവ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ഓയിൽ ചേർക്കാം. ഓയിൽ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം മൈദ ചേർക്കാം. ഇതിൽ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല, ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. മൈദ ചേർത്ത് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ സ്റ്റൗ ടോപ്പിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 15 മിനിറ്റ്സും കൊണ്ട് നമുക്കിത് ബേക്കായി കിട്ടും. കേക്കിൻ്റെ ലെയർ വേണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു തിൻ ലെയർ ആയിട്ടുള്ള ഒരു സ്പഞ്ച് കേക്ക് മതി. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. അതിനായി ആദ്യം ചെയ്യേണ്ടത് സെറ്റ് ആക്കാനുള്ള ബൗൾ ഒന്ന് റെഡിയാക്കിയെടുക്കുക. കസാട്ട ഐസ്ക്രീം സാധാരണ ഒരു ആർച്ച് ഷേപ്പിലാണ് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒരു റൗണ്ട് ടിന്നിലാണ് ഞാൻ ചെയ്യുന്നത്. കേക്ക് ടിൻ ആദ്യം അലുമിനിയം ഫോയിൽ കൊണ്ട് ഇതുപോലെ കവർ ചെയ്തെടുക്കണം. ഇതിൻ്റെ അകത്താണ് നമ്മൾ കേക്കും ഐസ്ക്രീമും സെറ്റ് ചെയ്തെടുക്കുന്നത്. ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. താല്പര്യമുള്ള ഏത് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഫ്രഷ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്. ഐസ്ക്രീമിൻ്റെ ബേസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം, ഫ്രഷ് ക്രീം, കണ്ടൻസ്ഡ് മിൽക്ക്, വാനില എസൻസ്, പാല് എന്നിവ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഒരു സോഫ്റ്റ് പീക്ക് ആകുന്നിടം വരെയും ഇത് ബീറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. വീഡിയോ ശ്രദ്ധിച്ച് കാണുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. കസാട്ട ഐസ്ക്രീം പൊതുവെ 4 ഫ്ലേവറിലാണ് വരുന്നത്. അപ്പം ആദ്യം ബേസ് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഫ്ലേവർ ആഡ് ചെയ്ത് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചേർക്കാവുന്നതാണ്. മധുരം പ്രത്യേകം നോക്കുക. വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി മധുരം ഉള്ളതാണ്. അപ്പം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് 3/4 കപ്പ് മുഴുവൻ എടുക്കണ്ട, 1 ടേബിൾ സ്പൂൺ കുറച്ചെടുത്താൽ. ഇപ്പം ബീറ്റ് ചെയ്ത സമയത്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു സോഫ്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റിങ് സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെ തയ്യാറാക്കിയ ഐസ്ക്രീമിൻ്റെ ബേസ് മിക്സ് എത്ര ഫ്ലേവറിൽ ആണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത്രയും ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്ട്രോബെറി, പിസ്ത, ബദാം, ചോക്ലേറ്റ് ഫ്ലേവറിലാണ് ചെയ്യുന്നത്. 4 ഫ്ലേവറാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ 4 ഈക്വൽ പാർട്സ് ആയിട്ട് ഇതിനെ ഇവിടെ ഞാൻ 150 ഗ്രാം അളവിലാണ് എല്ലാം ഈക്വലായിട്ട് എടുക്കുന്നത്. എല്ലാം ഈക്വലായിട്ട് എടുത്തതിന് ശേഷം ഫ്ലേവറുകളെല്ലാം ആഡ് ചെയ്ത് ഇവിടെ ബദാം മിക്സിന് പകരം നിങ്ങൾക്ക് മാംഗോ ഫ്ലേവറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് മാംഗോ ഫ്ലേവർ കയ്യിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ ബദാമിൻ്റെ ഫ്ലേവർ ആഡ് ചെയ്യുന്നത്. പക്ഷേ സ്ട്രോബെറിയും പിസ്തയും ചോക്ലേറ്റും അവോയ്ഡ് ചെയ്യരുത്. അത് മസ്റ്റായിട്ടും ചേർക്കേണ്ടതാണ്. എന്നാലേ കസാട്ട ഐസ്ക്രീമിൻ്റെ ആ ശരിക്കുമുള്ളൊരു ഫ്ലേവർ ഇങ്ങനെ 4 ഫ്ലേവറും റെഡിയാക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഇത് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യത്തെ ലെയറായിട്ട് നമുക്ക് തയ്യാറാക്കി എടുത്ത് വെച്ച കേക്ക് സെറ്റാക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് കേക്ക് സെറ്റാക്കി എടുത്തതിന് ശേഷം സെക്കൻഡ് ലെയറായിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം ചേർക്കാം. ചോക്ലേറ്റ് ഐസ്ക്രീം ചേർത്ത് ഒന്ന് ലെവലാക്കി ഫ്രീസറിൽ 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. ഇത് വേഗം സെറ്റായി കിട്ടും. 1 മണിക്കൂർ കൃത്യം വെച്ചതിന് ശേഷം രണ്ടാമത്തതും മൂന്നാമത്തതും നാലാമത്തതും ലെയർ ഇതുപോലെ തന്നെ ചെയ്ത് ഇങ്ങനെ ഫ്രീസറിലേക്ക് വെക്കുമ്പോൾ അലുമിനിയം ഫോയിൽ ഇട്ട് കവർ ചെയ്ത് വേണം വെക്കാൻ. ഇങ്ങനെ എല്ലാം ഓരോ മണിക്കൂർ ഇടവിട്ട് ലെയറാക്കി സെറ്റ് ചെയ്തെടുക്കാം. ലാസ്റ്റത്തെ ലെയർ ചേർക്കുമ്പോൾ ഇതിലേക്ക് നട്ട്സും ട്രൂട്ടി ഫ്രൂട്ടിയും കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ മേളിലൊരു ടോപ്പിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഞാനിവിടെ ടോപ്പിങ്സ് ആയിട്ട് കാഷ്യൂ നട്ട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. പിസ്താച്ചു കൊടുക്കാം, ബദാം കൊടുക്കാം. ലാസ്റ്റത്തെ ലെയർ സെറ്റാക്കി എടുത്തതിന് ശേഷം ഒരു 8 മണിക്കൂറെങ്കിലും ഇത് നല്ലപോലെ സെറ്റാകാൻ മാറ്റി വെക്കാം. ഓരോരുത്തരുടെ ഫ്രിഡ്ജിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി അനുസരിച്ച് ടൈമിന് ചില വ്യത്യാസം വരാം. 8 മണിക്കൂറൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. കൈ ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കുക. അത് സിങ്കായി പോകുന്നുണ്ടെങ്കിൽ സെറ്റായിട്ടില്ല, സിങ്ക് ആകുന്നില്ല എങ്കിൽ അത് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കസാട്ട ഐസ്ക്രീം ഇവിടെ നന്നായി സെറ്റായി കിട്ടും. അലുമിനിയം ഫോയിലിൽ സെറ്റാക്കി എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഈ അലുമിനിയം ഫോയിലെല്ലാം റിമൂവ് ചെയ്തെടുക്കും.
ഐസ്ക്രീം നല്ല സെറ്റായിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ മുറിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ നമ്മുടെ കസട്ട ഐസ്ക്രീം എല്ലാം നല്ല ലെയറോട് കൂടി തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ ഡബിൾ മിക്സ് ആയിട്ട് പോയിട്ടില്ല. അപ്പോൾ കസട്ട ഐസ്ക്രീം ഇതുപോലെ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ. വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കസട്ട ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇത് വീട്ടിൽ ട്രൈയും കൂടി ചെയ്ത് നോക്കുക. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഐസ്ക്രീമൊക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എത്ര സിമ്പിളാണെന്ന് നമുക്ക് മനസ്സിലായി കിട്ടും. താങ്ക് യു ഫോർ വാച്ചിങ്.